സുഹൃത്തുക്കളെ, ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ വളരെ വളരെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ പ്രായപരിധിയൊന്നും ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു. കൊച്ചുകുട്ടികളുടെ പോക്കറ്റ് പരിശോധിച്ചാലും കഞ്ചാവോ ചരസോ പെത്തഡിനോ ഒക്കെ കിട്ടാൻ ഇന്ന് ഒരു പ്രയാസവുമില്ല. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കുട്ടികളുടെ എണ്ണവും സ്കൂളുകളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ തന്നെ നിരവധിയായിട്ടുള്ള കെനിയൻ പൗരന്മാരെ പിടിച്ചതായിട്ട് പലതവണ നമ്മൾ വാർത്തകളിലൂടെ വായിച്ചിട്ടുണ്ട്. അവരാണ് ഈ രാസലഹരി നിർമ്മാണത്തിൽ ഏറ്റവും വിദഗ്ധരെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിദേശത്തു നിന്ന് വരുന്ന പ്രത്യേകിച്ച് ഈ കെനിയൻസിനെയൊക്കെ വളരെയേറെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും അവരെ കൃത്യമായി ഫോളോ ചെയ്ത് പിടികൂടുകയും ചെയ്താൽ നമുക്ക് ഈ കേരളത്തിലെ ലഹരി വസ്തുക്കളുടെ ഈ മയക്കുമരുന്നുകളുടെ വ്യാപനം വലിയ അളവിൽ തടയുന്നതിന് സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ വിപണനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ പുറം നാടുകളിൽ നിന്ന് കപ്പൽ മാർഗം വിമാനമാർഗമൊക്കെ ഈ സാധനങ്ങൾ എത്തിച്ചേരുകയാണ്. വളരെ വിലപിടിപ്പുള്ള ഈ സാധനങ്ങൾ വളരെയധികം വിലപിടിപ്പുള്ള ഈ സാധനം വിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ ലാഭം കൊയ്തെടുക്കാൻ കഴിയും, വലിയ തരത്തിൽ സമ്പത്ത് വാരിക്കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ കള്ളവാറ്റുകാരുണ്ടായിരുന്നു. ഈ കള്ളവാറ്റുകാരെന്ന് പറഞ്ഞാൽ അവർ ധാരാളം ഇത് വാറ്റി രഹസ്യമായിട്ട് സങ്കേതങ്ങളിലാണ് ഇതിന് വിൽപ്പന നടത്തിയിരുന്നത്. അവരൊക്കെ വളരെ വേഗത്തിലാണ് വലിയ സമ്പന്നരായി മാറിയിട്ടുള്ളത്. അവരുടെ മക്കളൊക്കെ പിന്നീട് നമ്മൾ അറിയുന്നത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് തുടങ്ങിയ രംഗത്ത് അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ച് വലിയ സമ്പന്നമായ നിലയിലെത്തിക്കഴിഞ്ഞ് പല വാഹനങ്ങളും ലോറികളും വലിയ ബിൽഡിങ്സും വലിയ എസ്റ്റേറ്റുകളുമൊക്കെ അവർ സ്വന്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ മദ്യം, മയക്കുമരുന്ന് ഇവയുടെ വിപണനത്തിലും വിതരണത്തിലും ഇന്ന് ധാരാളം ആളുകൾ ശൃംഖലയായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വലിയ തോതിൽ ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ, അതിൽ പെൺകുട്ടികൾ, സ്ത്രീകൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ളത് വിധി വൈപരീത്യമാണ്. ഏതായാലും ശരി, ഈ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം സംസ്ഥാനങ്ങളിലുമെല്ലാം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് അതിൻ്റെ വ്യാപനം എന്ത് വില കൊടുത്തും തടഞ്ഞ് മതിയാകും. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നാം കേരളത്തിലെ പത്രങ്ങളിൽ വായിക്കുമ്പോൾ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകളുമായി ചെറുപ്പക്കാരെ പിടിക്കുന്നതായിട്ട്, അതിൽ ചെറുപ്പക്കാരികളുണ്ട്, കലാകാരന്മാരുണ്ട്. ഇങ്ങനെ വളരെ നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ വിതരണം നടത്തുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാനമായ കാരണം ഇത് വാങ്ങാൻ ധാരാളം ആളുകളുണ്ടെന്ന് മാത്രമല്ല, ഇത് വിൽക്കുന്നവർക്ക് വളരെയധികം ലാഭമുണ്ട്, പ്രയോജനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള കച്ചവടം ചെയ്തായാലും വേണ്ടിയില്ല, നമുക്ക് ധനികരാകണം എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം, അവർ അധ്വാനശീലരല്ല, അവർ കൈകൊണ്ട് മേലനങ്ങി പണി ചെയ്യുന്നവരല്ല, വിയർപ്പ് കണ്ടിട്ടുള്ളവരല്ല. അവർ വളരെ വേഗത്തിൽ ധനികരാകണം, വളരെ വേഗത്തിൽ ധനികരാകാനുള്ള ഏത് കുതന്ത്രങ്ങളും കൃത്രിമ ജോലികളും അവർ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. ഇത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ തലമുറകളെ അതിവേഗം തന്നെ നശിപ്പിച്ചു കളയാൻ ശക്തിയുള്ള ഒരു ആയുധമാണ്. ഇത് ആറ്റം ബോംബിനേക്കാൾ 10 മടങ്ങ് മാരകശേഷിയുള്ള ഒരു ആയുധമാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇത് സമൂഹത്തിൽ വ്യാപിക്കാതിരിക്കാനും വിദ്യാലയങ്ങളിലേക്ക് ഇത് വന്നെത്താതിരിക്കാനും കുട്ടികളെ ഇത് ബാധിക്കാതിരിക്കാനുമുള്ള ശ്രമം നമ്മൾ സമൂഹത്തിൽ നിന്നുപോലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ വിജിലൻ്റായിട്ട് ഈ മനസ്സിലാക്കാൻ, നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിന് വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു പരിഹാരം.